നോക്കി വിളക്കടിച്ച് നോക്കിയപ്പോൾ പോലെ അവിടെ കിടക്കുന്ന ആട്ടുകുട്ടി കഴുത്തറുത്തിട്ടേക്കുന്നു, കഴുത്തിന്റെ ഇവിടെ അറുത്ത്. സെയ്തലി എന്ന് എഴുതി വെച്ചിട്ടാണ് പോയത്. ചെമ്മണ്ണുണ്ട്, ഇതുണ്ടോ സെയ്തലി. ആ, സെയ്തലി എന്ന് എഴുതി വെച്ചിട്ടാണ് പോയത്. ഒരു 2 മണി സമയത്താണ് എന്നെ ഇത് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ എത്തി. 2-2:30 പോലീസിനെ വിളിച്ച്, ഇവരെ പോലീസിന്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കള്ളം കയറി ആട്ടുംകുട്ടിയെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോലീസ് വന്നു, ഫുൾ ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് ആട്ടുംകുട്ടി ഇവിടെ തോട്ടിൽ കൊന്ന് കഴുത്തറുത്ത് രീതിയിലാണ് കണ്ടത്. സ്പോട്ടിൽ തന്നെ കഴിഞ്ഞാണ്. നല്ലോണം ആർക്കും അറിയാവുന്ന ഒരാളാണ്. പിന്നെ ഇവിടെ അത്രയും തീ പിടിച്ചു. ഇതുപോലൊരു കസേര ഇവിടെ വെളിയിലുണ്ടായിരുന്നു. അതും ഒരു ബ്ലാങ്കറ്റ്, ഒരു കട്ടിയുള്ള ബ്ലാങ്കറ്റ്, ഒരു ബേസിൻ, ഒരു ബക്കറ്റ്, ഇതെല്ലാം കത്തിച്ച് ഈ ശരിക്കും പറഞ്ഞാൽ വീട് കത്തിക്കാനുള്ള ശ്രമം തന്നെ, അല്ലെങ്കിൽ ഡോറ് കത്തിക്കാൻ ഇത് ചേർത്ത് ഡോറോടുകൂടി ചേർത്താണ് ചെയ്തു വെച്ചിരുന്നത്. നമസ്കാരം. ഒരു മനുഷ്യന്റെ മനസ്സ് ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നുള്ള അത്ഭുതമാണ് പല വാർത്തകളും കേൾക്കുമ്പോൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നാവായികുളത്തിനടുത്ത് അത്തരമൊരു സംഭവം നടന്നിരിക്കുന്നു. അതായത് പാതിരാത്രി ഒരു ഉമ്മയും ബാപ്പയും വയ്യാത്തൊരു കുഞ്ഞും മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ വലിയൊരു ബഹളം കേട്ടാണ് നാട്ടുകാർ വരുന്നത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന വീടിന് മുൻവശത്ത് ആരോ ഒരു അജ്ഞാതൻ തീയിട്ടതിനു ശേഷം ആ വീട്ടിലുണ്ടായിരുന്ന ആടിന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ആരാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത് ഒന്നും തന്നെ അറിയില്ല. സംഭവം നടന്നിട്ട് 2 ദിവസമായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ വീട്ടിലാണ്. ഉമ്മ, ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ചെറുതായിട്ടൊരു സംശയം എനിക്കുണ്ട് മോളെ, 2 പേരെ സംശയമുണ്ട്. അല്ലാതെ എനിക്ക് നമ്മളെ ആളിനെ കണ്ടിട്ടില്ല, നമുക്കത് പറയാനും പറ്റൂല. സംശയത്തിന് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെ? ഇല്ലല്ല, എന്നാ ഇതില് വഴിയല്ലേ, ഇതിലേ കൂടെ പോണവരെ നമ്മൾ സംശയിച്ചു, അല്ലാതെ ആരെയും സംശയിച്ചിട്ടില്ല. പിന്നെ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ കിഡ്നിക്ക് സുഖമില്ല, ഡയാലിസിസ് ചെയ്യാതെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കാല് വയ്യ, കാലിന്റെ മുട്ട് കണ്ട, ഇതൊക്കെ കണ്ട കാലിന്റെ മുട്ട് മാറ്റി വെക്കണം. ഞാൻ സുഖമില്ലാതെ അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ 2 മണിക്ക് ബാത്റൂമിൽ പോകാൻ മൂത്രം ഒഴിക്കാൻ ഇരിച്ചു. ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വന്ന് ഇവിടെ കിടന്നപ്പോൾ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ കലകളാ ഇത് തീ എരിയുന്നു. അപ്പൊ എൻ്റെ ഭർത്താവിനെ ഞാൻ അലറിക്കിടന്ന് വിളിച്ചു, പെട്ടെന്ന് എണീച്ചു വരാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ഭർത്താവ് പെട്ടെന്ന് ആ തീ കൂടെ തന്നെ വെളിയിലിറങ്ങി കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ തീ അണച്ച്. പിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കളിയിൽ ചെന്ന് നോക്കി ആട്ടുകുട്ടീനെ, ആട് നിൽക്കുകയാണ്, ഒരു തള്ളയും ഒരു കുട്ടിയും ഉണ്ട്. ആ ആട്ടിനെ ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് പറഞ്ഞു കുട്ടീനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അറിയുന്നില്ലല്ലോ ഈ വെള്ളത്തിലാണ് കൊന്നിട്ടേക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ പോലീസിനെ നമ്മൾ വിളിച്ച് പറഞ്ഞു, പോലീസ് സ്റ്റേഷനെ അറിയിച്ച അവർ പെട്ടെന്ന് വന്ന് നോക്കി വിളക്കടിച്ച് നോക്കിയപ്പോൾ പോലെ അവിടെ കിടക്കുന്ന ആട്ടുകുട്ടി കഴുത്തറുത്തിട്ടേക്കുന്നു, കഴുത്തിന്റെ ഇവിടെ അറുത്ത്. അങ്ങനെ പാത്രവും ബക്കറ്റുകൾ, ഒരു വലിയ കുളിക്കുന്ന ബേസം, ഇതെല്ലാം കൂടെ വാരിയിട്ട് തീ അവിടെ നിന്ന് വിറവ് വാരി ഇട്ട് അതിന്റെ പുറത്ത് വെച്ച് എന്താണ് ഒഴിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. തീ കത്തി വിളാവിയപ്പോഴാണ് ഈ ഉമ്മ കണ്ട് ഭർത്താവിനെ മനഃപൂർവ്വം തീയിട്ടതാണെന്ന് മനഃപൂർവ്വം തീയിട്ടെന്നാണ് ഉറപ്പ്. അപ്പൊ തീ കടന്ന് ക്ലാവി, തീയിട്ട ഇതൊന്നും അല്ലായിരുന്നു, ഇതെല്ലാം എൻ്റെ ഭർത്താവ് കഴുകി കളഞ്ഞതാണ്. കട്ടില് പുറത്ത് കിടന്നു. അതാണ്ട് തീ വീണ് പിടിച്ച് കരിക്കട്ടായി. ഈ മോന് ഇപ്പോഴും വെച്ചാണ് മോളെ, ഈ വയറിങ് നാട്ടുകാർ നമുക്ക് ചെയ്ത് തന്നെയാണ്. ഈ കുഞ്ഞ് സംസാരിക്കാത്തതുകൊണ്ട് നമ്മൾ ഇരുട്ടത്താണ് കിടക്കുന്നത്. അങ്ങനെ നാട്ടുകാർ കൂടി നമുക്കിപ്പോൾ ഇത് ചെയ്ത് തന്നപ്പോഴേ ഞാൻ വിചാരിച്ച് ഇത് എരിഞ്ഞു പോയെന്നാണ്. നോക്കിയപ്പോൾ കരിക്കട്ട പിടിച്ചിരുന്നു. അപ്പം നമ്മളിപ്പോൾ വൃത്തിയാക്കിയപ്പോൾ പോലീസ് വന്ന് പറഞ്ഞു, നിങ്ങളിതിപ്പോൾ വൃത്തിയാക്കരുതെന്ന് അവർ പറയാത്ത രൂപത്തിൽ വൃത്തിയാക്കിയപ്പോഴും പോലീസ് ഇന്നലെ വന്ന് പറഞ്ഞു, നമ്മൾ പറയാത്ത രൂപത്തിൽ അവർക്ക് അടയാളം എടുക്കാം. തീയിട്ട് പിന്നെ നോർമലി എണീറ്റതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദമോ ബുദ്ധിമുട്ടുണ്ടായിട്ടോ? ബാത്റൂമിൽ പോവാൻ എണീച്ചപ്പോഴാണ് മോളെ ഇത് കണ്ടത്. അപ്പൊ ശബ്ദം ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? ശബ്ദം ഒന്നും കേട്ടിട്ടില്ല, ഞാൻ ശബ്ദം ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ആട്ടിനെ നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ്, ആടില്ലെന്ന് പറഞ്ഞു. ഒരു കുട്ടി മോന് വാങ്ങിച്ചു കൊടുത്താണ് നാട്ടുകാർ. അങ്ങനെ നോക്കിയപ്പോൾ ആട് ഇതുകൊണ്ട് ഇതിൽ വെള്ളത്തിൽ കിടക്കുന്നു, കഴുത്തുനിന്ന് പൊക്കിയെടുത്ത് പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ കിടക്കണം. എൻ്റെ ഭർത്താവാണ് ആട്ടിനെ എടുത്തത്, നമ്മളെല്ലാം പൊടി മക്കളെ പോലെ തന്നെ വളർത്തിയതാണ്. 2 മാസമായ ആട്ടുകുട്ടിയാണ്. അങ്ങനെ ഇതിനെ കൊന്നിട്ടിരുന്നു.
എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന് ചുറ്റുവട്ടത്തുള്ള ആരുമായിട്ട് ഉണ്ടായിരുന്നോ? ഈ ഒരു ദേഷ്യം തീർക്കുന്ന രീതിയിലാണ് ഇതിപ്പം സംഭവിച്ചതെങ്കിലേ ഈ പറയുന്ന പോലെ വീടിന് തീയിടുക, നിങ്ങള് മക്കളെ പോലെ വളർത്തിയ മൃഗങ്ങളെ, മിണ്ടാപ്രാണികളൊന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പൊ അവരെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുമ്പോ അങ്ങനെ വ്യക്തിവൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല മോളെ, എന്റെ അറിവിൽ ആരും ഇല്ല. എൻ്റെ അറിവിൽ ആരുമില്ല. എല്ലാവരും നമുക്ക് എൻ്റെ കുഞ്ഞിനും ഈ കുഞ്ഞിനും എൻ്റെ ഭർത്താവിനും ആൾക്കാർ ഇവിടെ കിടക്കുന്നവർ ആരും നമുക്കൊരു ശത്രുവല്ല. ഇങ്ങോട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ ഈ കുഞ്ഞിന് തന്നുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. സംസാരിക്കാത്ത കുട്ടിയാണ്. സ്കൂളിൽ പോലും ആക്കില്ല. 8 വയസ്സായി. തള്ള കളഞ്ഞിട്ട് പോയി. മോൻ കളഞ്ഞിട്ട് പോയി. എൻ്റെ മോൻ്റെ കൊച്ചാണ്, അവൻ കളഞ്ഞിട്ട് പോയി. ഈ കുട്ടീനെ ഞങ്ങളാണ് വളർത്തുന്നത്. സ്കൂളിൽ പോലും ചേർത്ത കൊച്ചല്ല. പെരുമ. തന്തയുടെ തള്ള ഞാനാണ്. ഞാനാണ് വളർത്തുന്നത്. എൻ്റെ ഭർത്താവും ഞാനാണ് കുഞ്ഞിനെ വളർത്തുകയൊക്കെ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സഹായിക്കുന്നതിലുള്ള ദേഷ്യമാണോ ഈ കാണുന്നത്? നമ്മളെ അത് നമുക്ക് പറയാൻ അറിയത്തില്ല. നമ്മളെ കണ്ണുകൊണ്ട് കണ്ടില്ല ആളാരെന്ന്. ഇങ്ങനെ വന്ന അന്വേഷണമൊക്കെ ചെയ്ത് പോലീസുകാർ ഇതിന്റെ തെളിവൊക്കെ എടുത്തിട്ട് പോയേക്കുന്നു. ഇതുവരെ ഒരു പൊടി കിട്ടിയിട്ടില്ല. ആരാണ് ഏവരാണെന്ന് അറിയത്തില്ല. ആരാന്നുള്ളത് കണ്ടിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. ഇതുവരെ ഒരു തെളിവ് കിട്ടിയിട്ടുമില്ല. ചേട്ടാ ഷംസുദ്ദീന്റെ ബന്ധുവാണല്ലേ? കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ ഈ നാട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അവരെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ള ടീമല്ല. അതായത് ഇതിനു മുമ്പും ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ള അവിടെ ഒരു വീട്ടിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മെമ്പർ മിനിഞ്ഞാന്ന് നമ്മുടെ കല്ലമ്പലം മീഡിയയിൽ പറഞ്ഞ പോലെ ഒരു കടയിൽ കയറി കുത്തിപ്പൊളിച്ച് കുറച്ച് പൈസകളും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ ഇടയ്ക്കാണ്, അല്ലാതെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. ഇതുവരെ അങ്ങനെ ഒരു പേരിട്ട ഒരു സ്ഥലമല്ല ഇത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതാരാണ് ചെയ്തതെന്നോ എന്താണെന്നോ ഇതുവരെ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. സെയ്ദലി എന്ന് എഴുതി വെച്ചിട്ടാണ് പോയത്. ചെമ്മണ്ണുണ്ട്, ഇതുണ്ടോ സെയ്ദലി. സെയ്ദലി എന്ന് എഴുതി വെച്ചിട്ടാണ് പോയത്. ആകെ കിട്ടിയ തെളിവതാണ്. പക്ഷെ അത് നമുക്ക് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. റൂട്ട് തിരിച്ചു വിടാൻ വേണ്ടി ചെയ്യുന്നതാവാം. പിന്നെ അറിയാല്ല, കുഞ്ഞാണ്, സംസാരശേഷിയും കാര്യങ്ങളും ഇല്ലാത്തൊരു കുഞ്ഞാണ്. ഉമ്മ ഇത്രയും നാളായിട്ട് പുള്ളിക്കാരി ആശുപത്രിയിലായിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു. ഇത് കാലിന് സുഖമില്ല. പുള്ളിക്കാരൻ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നതാണ്. പുള്ളി അങ്ങ് ഇറങ്ങി പോകും, തിരിച്ചു വരും, ജോലിയെടുത്ത് എൻ്റെ പാടിൽ കിടന്നുറങ്ങും. ഇതാരും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അതായത് ഇത് കത്തി നശിച്ചനെ. ഒരു 2 മണി സമയത്താണ് എന്നെ ഇത് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ എത്തി. 2-2:30 പോലീസിനെ വിളിച്ച്. ഇവരെ പോലീസിന്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കള്ളം കയറി ആട്ടുംകുട്ടിയെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോലീസ് വന്നു, ഫുൾ ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് ആട്ടുംകുട്ടിയെ ഇവിടെ തോട്ടിൽ കഴുത്തറുത്ത് രീതിയിലാണ് കണ്ടത്. സ്പോട്ടിൽ തന്നെ കഴിഞ്ഞാണ്. നല്ലോണം ആർക്കും അറിയാവുന്ന ഒരാളാണ്. പിന്നെ ഇവിടെ അത്രയും തീ പിടിച്ച്. ഇതുപോലൊരു കസേര ഇവിടെ വെളിയിലുണ്ടായിരുന്നു. അതും ഒരു ബ്ലാങ്കറ്റ്, ഒരു കട്ടിയുള്ള ബ്ലാങ്കറ്റ്, ഒരു ബേസിൻ, ഒരു ബക്കറ്റ്, ഇതെല്ലാം കത്തിച്ച് ഈ ശരിക്കും പറഞ്ഞാൽ വീട് കത്തിക്കാനുള്ള ശ്രമം തന്നെ, അല്ലെങ്കിൽ ഡോറ് കത്തിക്കാൻ ഇത് ചേർത്ത് ഡോറോടുകൂടി ചേർത്താണ് ചെയ്തു വെച്ചിരുന്നത്. ഇവിടെ മൊത്തം തീ പടർന്ന ഇതിലായിരുന്നു. പിന്നെ കള്ളുകുപ്പി അടിച്ചു പൊട്ടിച്ച് ഇവിടെ ഇട്ടിരുന്നു. ഇനി ലിക്കർ ഒഴിച്ചാണോ ഇത് കത്തിച്ചത് എന്നറിയില്ല. എന്തോ ഒഴിച്ചാണ് കത്തിച്ചത്. അല്ലെങ്കിൽ ചവരിലൊന്നും കയറി തീ പിടിക്കില്ലല്ലോ. എന്തെങ്കിലും ഒഴിച്ച് ഇതാക്കി തന്നെ. ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് വയൽ മേഖലയാണല്ലോ. അപ്പൊ ഈ മേഖലയെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധയിലൊന്നും ഇതുവരെ പെട്ടിട്ടില്ല. ഇവിടെ മുമ്പ് കൂടെ അങ്ങോട്ട് ചെറിയൊരു പൊതുവഴിയാണല്ലോ ഇത്. ജോലിക്ക് പോകുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരുണ്ട്. അല്ലാതെ വേറെ അവരൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നവരാണ്. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു പോകുന്നവരുണ്ട്. അല്ലാതെ വേറെ കൊച്ചുങ്ങൾ കളിക്കാൻ വരുന്ന പിള്ളേരുണ്ട്, ക്രിക്കറ്റ് കളിക്കാനും കാര്യം. ഇപ്പൊ ഒന്നുമില്ല, മഴ കണ്ടില്ല. അല്ലാതെ വലുതായിട്ട് ഇവിടെ ലഹരി കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു മദ്യക്കുപ്പി അവിടെ കണ്ടു. അല്ലാതെ ഇവിടെ അങ്ങനെ വലുതായിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു ഏരിയ അല്ല. എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി? പോലീസിന്റെ നടപടി എന്ന് പറഞ്ഞാൽ ഇന്നലെ സ്റ്റേഷനിൽ പോയിരുന്നു. ഞാൻ ഇല്ലായിരുന്നു, പുള്ളിക്കാരി പോയിരുന്നു. അവർ രണ്ടുപേരുടെ പോയിരുന്നു. അവരെത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ഇതൊക്കെയാണ് കിട്ടുന്ന സൂചനകൾ. പക്ഷെ ഇവര് പറയുന്നത് പ്രകാരം ഇത് ഇവിടെ മാത്രം സംഭവിച്ചതല്ല. ഈ ഒരു മേഖലയെ ചുറ്റിപ്പറ്റി ആരോ ഒരാൾ ഈ പറയുന്നത് പോലെ ആശങ്ക പരത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോലീസിന്റെ ഒരു നടപടി ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. കാരണം ഈ ഒരു വീടിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് ഈ ഒരു പ്രദേശത്തിന്റെ തന്നെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.